Hi friends, it's me, CS Salam again. Welcome to my new video blog. Throw your emotional garbage. വൈകാരികമായ മാലിന്യത്തെ വലിച്ചെറിയുക. ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും നിരാശരാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ദുഃഖിതരാണ്. കാരണം എന്താണ്? ലോകത്തെല്ലാവർക്കും വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. എനിക്കും വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. നിങ്ങൾക്കും വേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. എന്താണ് നമ്മളെ സമാധാനവും സന്തോഷവും തേടാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിലൊക്കെയുള്ള നിരാശയും ദുഃഖവുമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിരാശയും ദുഃഖവും വരുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ദുഃഖവും നിരാശയും വരുന്നത്. പ്രധാനമായും രണ്ട് കാരണമാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ തന്നെ ചെയ്ത, നമുക്ക് തന്നെ പറ്റിപ്പോയ, കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ അബദ്ധങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വലിയ ദുരന്തങ്ങളോ ആണ് നമ്മെ ഏറ്റവും കൂടുതൽ ദുഃഖിതരാക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മളോട് മറ്റേതെങ്കിലും വ്യക്തികൾ ചെയ്ത മോശമായ പ്രവൃത്തിയോ അവരുടെ വാക്കുകളോ അതുമൂലമുണ്ടാകുന്ന അസൂയയോ ഒക്കെയാണ് നമ്മളെ നിരാശരും സമാധാനമില്ലാത്തവരുമാക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ പ്രവൃത്തിയും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ രണ്ട് തരത്തിലുള്ള, മറ്റുള്ളവരിൽ നിന്നും നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും വന്നുപോയ ദുരന്തങ്ങളും മോശമായ പ്രവൃത്തികളുമൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മെ സമാധാനമില്ലാത്തവരും നിരാശയുള്ളവരുമാക്കുന്നതിലെ ഏറ്റവും പ്രധാന കാരണം. എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ പറ്റുക? ഒരിക്കൽ ആത്മീയ ശാന്തി തേടിക്കൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി. ഗുരുവിനെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആത്മീയമായ ശാന്തി വേണം, ഞങ്ങൾക്ക് സമാധാനം വേണം, ഗുരു ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ശാന്തനായി ഈ ചെറുപ്പക്കാരുടെ ആഗ്രഹമെല്ലാം കേട്ടതിന് ശേഷം ഗുരു അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പോയി ഒരു വലിയ ചാക്കുമായിട്ട് വരിക. ഗുരു പറഞ്ഞത് പ്രകാരം ഈ ചെറുപ്പക്കാരെല്ലാം പോയി ചാക്കുമായിട്ട് വന്നു. അവർ ചാക്ക് കൊണ്ടുവന്ന് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ ചാക്കുമായി വന്നിട്ടുണ്ടെന്ന്. ഗുരു അപ്പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങുകളുടെ ഒരു വലിയ കൂമ്പാരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിനടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങളുണ്ടോ, എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഓരോ വ്യക്തിയോടും വെറുപ്പുണ്ടോ, അസൂയയുണ്ടോ, വിദ്വേഷമുണ്ടോ, അതിനനുസരിച്ച് ഓരോ വെറുപ്പിനും, ഓരോ അസൂയക്കും, ഓരോ നിരാശയ്ക്കും അനുസൃതമായിട്ട് നിങ്ങൾ ഓരോ ഉരുളക്കിഴങ്ങുകൾ ചാക്കിലേക്ക് ഇടുക എന്ന് പറഞ്ഞു. ഗുരുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരെല്ലാം ചാക്കുമായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂമ്പാരത്തിനടുത്ത് പോയി ഓരോ ഉരുളക്കിഴങ്ങുകൾ അതിനകത്തേക്ക് പെറുക്കിയിടാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഈ ചെറുപ്പക്കാർ ചാക്കും പിടിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. ചിലരുടെ ചാക്ക് മുഴുവൻ നിറഞ്ഞിരുന്നു, ചിലരുടെ ചാക്ക് പകുതി മാത്രം നിറഞ്ഞിരുന്നു, ചിലരുടെ ചാക്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വ്യത്യസ്ത അളവുകളിലുള്ള ഉരുളക്കിഴങ്ങ് നിറച്ച ചാക്കുമായിട്ട് ഇവർ ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു അവരോട് പറഞ്ഞു, ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്ക് നിങ്ങളുടെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ അനുസൃതമായിട്ടുള്ള ഉരുളക്കിഴങ്ങുകളാണ്. നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്ക് നിങ്ങൾ എവിടേക്ക് പോകുന്നോ അവിടേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും, നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈ ചാക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ കൊണ്ട് നടക്കണം. ഒരിക്കലും ഇത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആത്മീയ ശാന്തി തേടിയെത്തിയ ചെറുപ്പക്കാർ ഗുരുവിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തീരുമാനിച്ചു. അവർ ഓരോരുത്തരും ചാക്ക് കൊണ്ടു നടക്കാൻ തീരുമാനിച്ചു. അവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഗുരു ഒരു കാര്യം കൂടെ അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ദുരന്താനുഭവം മറക്കണമെന്ന് തോന്നിയാൽ, മറന്നു എന്ന് തോന്നിയാൽ, നിങ്ങൾ അതിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുറത്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള വെറുപ്പിനെ നിങ്ങൾക്ക് പുറത്തു കൊടുക്കണമെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള അസൂയ നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നിയാൽ, നിങ്ങൾ അതിനനുസരിച്ച് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട്, ഓരോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടും ചാക്കിൽ നിന്ന് പുറത്ത് കളയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. ചെറുപ്പക്കാർ ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്ന് യാത്രയായി. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്ക് നിരന്തരം അവർ കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങി. നിരന്തരം ഉറങ്ങുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, കുളിക്കുമ്പോഴുമൊക്കെ അവർ കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഉരുളക്കിഴങ്ങാണല്ലോ അതിനകത്തിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും അത് അഴുകാൻ തുടങ്ങി.
അഴുകാൻ തുടങ്ങി, അത് ചീഞ്ഞ ദുർഗന്ധം പുറത്തു വരാൻ തുടങ്ങി, അത് അസഹ്യമായി അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത അസഹ്യമായ ദുർഗന്ധം അത് പുറത്തു വരാൻ തുടങ്ങി. അത് കാരണത്താൽ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ദുർഗന്ധം കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്കിൽ നിന്ന് വരുന്ന വമിക്കുന്ന അസഹ്യമായ ദുർഗന്ധം കാരണം, ചീഞ്ഞിട്ട് വരുന്ന അസഹ്യമായ ദുർഗന്ധം കാരണം ഒന്നും നടക്കാത്ത അവസ്ഥയെ, ഉറങ്ങാനും കിടക്കാനൊന്നും പറ്റുന്നില്ല. ആത്മീയ ശാന്തി തേടിക്കൊണ്ട് പോയ അവർ കൂടുതൽ അസഹ്യമായ മാനസിക വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിലെത്തി. ചെറുപ്പക്കാരെല്ലാവരും കൂടി അഴുകിയ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്കുമായിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിനോട് സങ്കടം പറഞ്ഞു, ഗുരു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഉരുളക്കിഴങ്ങും എൻ്റെ ചാക്കും ഞങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലരോട് ചോദിച്ചു, ആരൊക്കെയാണ് ഇതിൽ നിന്ന് ദേഷ്യവും മറ്റുമൊക്കെ പുറത്തു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവരോടുള്ള തെറ്റ് പുറത്തു കൊടുത്തുകൊണ്ട് ആരൊക്കെയാണ് ഉരുളക്കിഴങ്ങ് പുറത്തെടുത്ത് കളഞ്ഞതെന്ന്? കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ കുറച്ചൊക്കെ ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുറത്തു കൊടുത്തത് വഴിയെന്ന്. അപ്പോൾ ഗുരുജിയോട് ഇവർ വളരെ വിഷമത്തോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ ഈ ചാക്ക് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഞങ്ങൾ ആകെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഗുരുജി അവരോട് പറഞ്ഞു, ഇതുപോലെ തന്നെ ഇത് പുറത്തുള്ള ദുർഗന്ധം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിന് പുറത്തുള്ള ദുർഗന്ധം മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിനകത്തും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെറുപ്പ്, നിരാശ, അസൂയ അടക്കമുള്ള വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്ന് വല്ലാത്ത ദുർഗന്ധം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കളയാതെ ഒരിക്കലും നിങ്ങൾക്ക് ആത്മീയ ശാന്തി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും തെറ്റ് ചെയ്തത് നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊടുക്കുക, അവർക്ക് നിരുപാധികം പുറത്തു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദുരന്തങ്ങളും പൂർണ്ണമായിട്ട് മറക്കുന്നതിലൂടെ ആത്മീയ ശാന്തി ലഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമേ നിങ്ങൾക്ക് ആത്മീയ ശാന്തി ലഭിക്കാൻ സാധിക്കുന്ന വഴിയുള്ളൂ എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർ അതിന് തയ്യാറാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറ്റുള്ളവരോട് എല്ലാ വെറുപ്പുകളും പുറത്തു കൊടുക്കുന്നതിലൂടെ, എല്ലാ നിരാശയും മറക്കുന്നതിലൂടെ, മറക്കുക പൊറുക്കുക എന്ന പോളിസി സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കും. സമാധാനം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശാന്തിയും നമ്മുടെ മനസ്സിന് സ്വായത്തമാക്കാൻ സാധിക്കും. ശാന്തിയും സമാധാനവും തേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് തേടുന്നവരായതുകൊണ്ട് തന്നെ മറക്കുക, പൊറുക്കുക, സമാധാനമുള്ള നല്ല ശാന്തിയുള്ള ജീവിതം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.